ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ട ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള മുട്ട ബിസ്ക്കറ്റ് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്യാസിൽ പാൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നതും അങ്ങനെ രണ്ട് തരത്തിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തണവൊന്നുമില്ലാത്ത എഗ്ഗാണ് കേട്ടോ, നോർമൽ ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഷുഗർ മിക്സർ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലായിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്റർ, ഭയങ്കരമായിട്ട് ലൂസായി പോവരുത്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണ്ടവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കളറില്ലാത്തവരാണെങ്കിൽ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ പൈപ്പിംഗ് ബാഗ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് കയ്യിലില്ലെങ്കിൽ നോർമൽ ഏതെങ്കിലും ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ ആ കോർണറൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബാറ്റർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്തായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ പാനിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഗ്യാസിൽ പാനിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ റെഡിയാക്കി ബാറ്റർ ഇതുപോലെ ഓരോ ഡ്രോപ്സ് ആയിട്ട് നമുക്ക് പാനിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്താൽ എന്നിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും അത് കറക്റ്റ് ആ ഒരു ഇതിൽ വന്നോളും. അപ്പോൾ 1-2 ഡ്രോപ്സ് ഇടുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെ ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ ഞാനൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനാണ്. അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച പാൻ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അടച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് നോക്കാം. അടുത്തതായിട്ട് എയർ ഫ്രയറിൽ വെക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ തന്നെ ഡ്രോപ്സുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. 160 ഡിഗ്രിയിൽ ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഗ്യാസുമ്മ വെക്കണത് ഫ്ലെയിം കൂടി പോവാതെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അപ്പോൾ അതേ നമ്മൾ ഗ്യാസുമ്മ വെച്ച മുട്ട ബിസ്ക്കറ്റ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിമെന്ന് വിട്ടു പോന്നോളൂ. അപ്പോൾ അതേ പാനിൽ ഉണ്ടാക്കിയ മുട്ട ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ വെച്ച മുട്ട ബിസ്ക്കറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാനിലും എയർ ഫ്രയറിലും നമുക്ക് മുട്ട ബിസ്ക്കറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പെർഫെക്റ്റ് ടേസ്റ്റിൽ ബേക്കറി ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുട്ട ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്